കേരളവും വിദേശ രാജ്യങ്ങളും തമ്മിൽ നടന്നു വന്നിരുന്ന ചരിത്രപ്രസിദ്ധമായ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ് ലക്ഷദ്വീപിലേക്കുള്ള കുടിയേറ്റം. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളിൽ ദ്വീപുകളുടെ പരിധി കഴിയുന്നതുവരെ വഴികാട്ടികളായി, അതായത് കപ്പിത്താന്മാരായി പ്രവർത്തിച്ചിരുന്നത് ദ്വീപുകളിൽ താമസിച്ചു തുടങ്ങിയ ആളുകളായിരുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും തെക്കേ ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നിരുന്ന കപ്പലുകൾ ദ്വീപ് പരിധിയിലെത്തിയാൽ അവയെ സുരക്ഷിതമായി വൻകരയിലെ തുറമുഖങ്ങളിൽ എത്തിച്ചിരുന്നതും അത്തരം ആളുകളായിരുന്നു. നാവിക വിദ്യാ ഹൃദിസ്ഥമായിരുന്ന അത്തരക്കാരുടെ ഒരു സമൂഹം തന്നെ ലക്ഷദ്വീപിൽ രൂപപ്പെട്ടിട്ടുണ്ട്. മാലികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് വിവിധ ദ്വീപുകളിൽ സ്ഥിരതാമസം ഉറച്ചു കഴിഞ്ഞപ്പോൾ 2 സമുദായങ്ങൾ കൂടി ആവിർഭവിച്ചതായി കാണുന്നു. അതിൽ ഒന്ന് കൃഷിഭൂമിയുടെയും ജലവാഹനങ്ങളുടെയും ഉടമകളെന്ന് വ്യവഹരിച്ചു വരുന്ന കോയമാരാണ്. അത് കേവലം ആപേക്ഷികമായ ഒരു വിശേഷണം മാത്രമാണ്. ദ്വീപിൽ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വന്തമായ കൃഷിഭൂമിയും ചെറുതോ വലുതോ ആയ ജലവാഹനങ്ങളും ഉണ്ടായിരുന്നു. ഉടമസ്ഥത ഏതെങ്കിലും ഒരു വിഭാഗത്തിനു മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നില്ല. രണ്ടാമത്തേത് മേലാച്ചേരികൾ എന്ന് വിളിക്കുന്ന തൊഴിലാളികളായിരുന്നു. തെങ്ങുകയറ്റം പ്രധാനമായും നിർവഹിച്ചു വന്നിരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. എന്നുവെച്ച് തെങ്ങുകയറ്റം മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്നുമില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ മാലികളിൽ നാവികശാസ്ത്ര വിദ്യയും ഒതുക്കി നിർത്തിയിരുന്നില്ല. നാവികശാസ്ത്രം പഠിക്കുകയും അവ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന അനേകം പേർ മറ്റു 2 വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. മാലികളുടെ ഇടയിലായിരുന്നു അത്തരം ആൾക്കാർ കൂടുതൽ എന്ന് മാത്രം. ഏതു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏതു വിദ്യ നേടാനും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങളോ ഡ്രസ് കോഡ് എന്ന് വിളിക്കാവുന്ന സാമുദായിക വേഷങ്ങളോ ദ്വീപുകളിൽ ഒരിക്കലും പ്രചരിച്ചിരുന്നില്ല. ഏവരും ഒരുമിച്ച് വിദ്യ അഭ്യസിക്കുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും അന്യോന്യം കൊള്ളുകയും കൊടുക്കുകയും ചെയ്തു വന്നിരുന്നു. കടലിന്റെ നടുക്കു കിടക്കുന്ന ദ്വീപുകളിൽ മത്സ്യബന്ധനം മുഖ്യ തൊഴിലായി സ്വീകരിച്ച ഒരു വിഭാഗത്തെ കാണാനില്ല. ആഹാരത്തിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് പ്രധാനമായും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നത്. ആഴക്കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ജനങ്ങൾക്കിടയിൽ സൗജന്യമായാണ് വിതരണം ചെയ്തിരുന്നത്. അതേസമയം ഉണക്ക മത്സ്യങ്ങളും സ്രാവിന്റെയും മറ്റു ചിറകുകളും കവിടികളും കരയിൽ കൊണ്ടുപോയി വിറ്റുവരികയും ചെയ്തിരുന്നു. അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഖുർആൻ പാരായണം നിർബന്ധമായും പഠിപ്പിച്ചിരുന്നു. അതും സൗജന്യമായിരുന്നു. തുടർന്നുള്ള മതപഠനവും നാവിക ശാസ്ത്രാധ്യാപനവും ബോട്ട് നിർമ്മാണ വിദ്യയും എല്ലാം സൗജന്യമായിട്ടാണ് നിർവഹിക്കപ്പെട്ടിരുന്നത്. കൊലപാതകം, ആത്മഹത്യ, കൊള്ള, ചൂതാട്ടം, കള്ളുകുടി, വ്യഭിചാരം തുടങ്ങിയ സാമൂഹിക തിന്മകളും ദ്വീപുകളിൽ എത്തിനോക്കിയിരുന്നില്ല. സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷമാണ് എല്ലാ ദ്വീപുകളിലും നിലനിന്നിരുന്നത്. ബുദ്ധ മതാവശിഷ്ടങ്ങൾ. ദ്വീപ് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കപ്പെട്ട വിഗ്രഹങ്ങൾ എല്ലാം തന്നെയും ശ്രീബുദ്ധന്റെയും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടവയുമാണ്. പിൽക്കാലത്ത് ദ്വീപുകാർ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പഴയ നടപടികളായ മരുമക്കത്തായം, ചാവുചോറ് തുടങ്ങിയ അടിയന്തരങ്ങളും നിലനിർത്തി പോരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞാലും സ്ത്രീകൾ തങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഭർത്താക്കന്മാർ രാത്രികാലങ്ങളിൽ വന്നു പോകുന്ന അതിഥികളുമായിരുന്നു. സ്വന്തമായി വീട് വെച്ച് മാറി താമസിക്കുന്നത് വരെ ഇതായിരുന്നു പതിവ്. പൊതുവെ ലക്ഷദ്വീപിലെ ജനജീവിതം അടുത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ NV കൃഷ്ണവാര്യരെ പോലെയുള്ള പണ്ഡിതന്മാർ ദ്വീപിലെ ജീവിതത്തെ ഒരു കപ്പലിലെ ജീവിതത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കപ്പലിൽ വിവിധ തരത്തിലുള്ള ജോലിക്കാർ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കഴിഞ്ഞുകൂടുക. അതുപോലെ ദ്വീപിലെ വ്യത്യസ്ത സമുദായങ്ങൾ അന്യോന്യം സ്നേഹിച്ചും ബഹുമാനിച്ചുമാണ് കഴിഞ്ഞു വന്നത്. ആധുനിക കാലത്ത് ദ്വീപുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിയ മൂർക്കോസ് രാമുണ്ണിക്ക് ദ്വീപുകളിൽ കാണാൻ സാധിച്ചത് ഇളനീർ മോഷണക്കാരായ കുറെ കള്ളന്മാരെയായിരുന്നു. അവർ രാത്രികാലങ്ങളിൽ മത്സ്യവേട്ടയ്ക്ക് പോകുമ്പോൾ ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ ഇളനീർ പറിച്ചു എന്നതായിരുന്നു ആക്ഷേപം. അത്തരം കള്ളന്മാർക്കു അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൽ ജോലി നൽകി. അതോടെ മോഷണവും അവസാനിച്ചു എന്നാണ് കഥ. 1964 ദ്വീപുകൾ സന്ദർശിച്ച ചെറുവത്ത് രാമൻ എന്ന പ്രശസ്തനായ പത്രപ്രവർത്തകൻ ദ്വീപുകളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. തേങ്ങയും മത്സ്യവുമാണ് ദ്വീപിലെ സമ്പത്ത്. പരിഷ്കാരം കുറവാണെങ്കിലും അവിടെ പട്ടിണിക്കാരില്ല. ഞാൻ പോയ 2 ദ്വീപിലും കവരത്തിയിലും മിനിക്കോയിലും ഒരൊറ്റ പിച്ചക്കാരനെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓലമേഞ്ഞ ചെറ്റപ്പുരകളിൽ പോലും സംതൃപ്തിയുള്ള മുഖങ്ങൾ, കാപട്യമില്ലാത്ത ഹൃദയങ്ങൾ. ചെറുതിന്റെ മനോഹാരിത.
ലക്ഷദ്വീപിൽപ്പെട്ട എല്ലാ ദ്വീപുകളും വളരെ ചെറുതാണ്. ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്തിന് 4.90 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമേയുള്ളൂ. ജനസംഖ്യയും വളരെ കുറവാണ്. അതുകൊണ്ട് ആളുകൾക്കെല്ലാം പരസ്പരം അറിയാൻ സാധിക്കും. ദ്വീപുകളിലെ ജീവിതത്തിൽ ഗുണാംശം കൂടി നിൽക്കാൻ ഒരുപക്ഷെ ഇതായിരിക്കും കാരണം. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് നിർബന്ധത്തിന്റെ പേരിലോ ബലം പ്രയോഗിച്ചോ ആയിരുന്നില്ല. അറബികളുമായി പണ്ടേ ഉണ്ടായിരുന്ന ബന്ധം പരിവർത്തനത്തിന് സഹായകമായി ഭവിച്ചിരിക്കണം. മുമ്പ് മൗല എന്ന് ജനങ്ങൾ വിളിക്കുന്ന മദീനത്തുകാരനായ ഹസ്രത്ത് ഉബൈദുള്ളയുടെ പേരിലാണ് പരിവർത്തന കഥ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനായിരുന്നു. ദ്വീപുകാർ ശാഫഈ മദ്ഹബുകാരാണ്. പിൽക്കാലത്ത് കർണാടകയിൽ ആംകോല എന്ന നാട്ടിൽ ജനിച്ചെങ്കിലും ഏറെക്കാലം അറബ് നാട്ടിൽ പോയി താമസിച്ച് സൂഫി മാർഗം പരിശീലിച്ചു വന്ന മുഹമ്മദ് ഖാസിം വലിയുള്ളയുടെ കാലത്ത് 17-ാം നൂറ്റാണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള ത്വരീഖത്തും റിഫായി ഷെയ്ഖിന്റെ പേരിലുള്ള ത്വരീഖത്തും ദ്വീപുകളിൽ പ്രചരിച്ചതായി കാണുന്നു. വെള്ളി, തിങ്കൾ ദിവസങ്ങളിൽ ഇവയോട് ബന്ധപ്പെട്ട ഖുത്റാത്തീബ് പതിവായി എല്ലാ ദ്വീപുകളിലും നടന്നു വരുന്നുണ്ട്. സാഹിത്യവും കലകളും. ലക്ഷദ്വീപിൽ മുകളിൽ പറഞ്ഞ വിധം ഗുണാംശങ്ങൾ ഏറെ നിൽക്കുന്ന ഒരു സാമൂഹ്യ ജീവിതം സൃഷ്ടിച്ചെടുക്കുന്നതിലും അവ നിലനിർത്തിക്കൊണ്ടു വരുന്നതിലും സാഹിത്യാദി കലകൾ പ്രധാനമായ ഒരു പങ്ക് നിർവഹിച്ചു വന്നിട്ടുണ്ട്. കോൽക്കളി, പരിചകളി, ആട്ടം എന്നീ 3 നാടോടി കലാരൂപങ്ങളാണ് ദ്വീപിലെ പുരുഷന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. കോൽക്കളിയും പരിചമുട്ടുകളിയും കേരളത്തിൽ കാണുന്നവയുടെ പിന്തുടർച്ച മാത്രമാണ്. പരിച, കോൽ, വാൾ തുടങ്ങിയവ കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഈ കലാരൂപങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാട്ടുകൾ ദ്വീപിലെ പശ്ചാത്തലത്തിനു ഇണങ്ങുന്നവയും മിക്കപ്പോഴും ഇസ്ലാമിക ചരിത്ര സംബന്ധികളുമായിരിക്കും. ആട്ടം ഒരുതരം മെയ് അഭ്യാസമാണ്. ഇവ 3 സംഘനൃത്തങ്ങളാണ്. അതാണ് അവയുടെ പ്രത്യേകത. മനുഷ്യ വ്യക്തികളുടെ സ്വകീയമായ ദുഃഖം ആവിഷ്കരിക്കുന്ന ഏകവും ഭാവാഭിനയ പ്രധാനവുമായ കലാരൂപങ്ങളൊന്നും ദ്വീപുകളിൽ ഇല്ല. അതേസമയം ഈ സംഘനൃത്തങ്ങൾ മത്സ്യവേട്ട പോലുള്ള സംഘമായി നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കു ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ്. അവിടെ വ്യക്തികൾക്കല്ല, സംഘത്തിനാണ് പ്രാധാന്യം. ദ്വീപുകാരുടെ സാമൂഹ്യ ജീവിതവും സംഘം ചേർന്നുള്ള തൊഴിലിനും മറ്റും പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് ഈ കലകളുടെ സൂക്ഷ്മ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്ത്രീകളുടെ കലാരൂപങ്ങൾ. സ്ത്രീകൾക്കിടയിൽ പ്രചരിച്ചിരുന്ന നാടൻ കലാരൂപങ്ങൾ കാറ്റാടി നൃത്തവും കാറ്റുവിളി നൃത്തവുമാണ്. ഒരു സംഘം സ്ത്രീകൾ വൃത്താകൃതിയിൽ നിന്നുകൊണ്ട് കൈകൊട്ടി പാടി കളിക്കുന്നതിനാണ് കാറ്റാടി നൃത്തം എന്ന് പറയുന്നത്. കാറ്റത്ത് ആടുന്നത് തന്നെയാണ് കാറ്റാടി നൃത്തം. കാറ്റുവിളി നൃത്തമാകട്ടെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ദ്വീപോടങ്ങൾ കരയിൽ പോയി വരാൻ താമസിക്കുമ്പോൾ സ്ത്രീകൾ സംഘടിച്ച് ധർമ്മക്കഞ്ഞി വെച്ച് വിളമ്പുകയും കടൽ തീരത്തെത്തി കാറ്റിനെ വിളിച്ചുകൊണ്ട് പാടി നൃത്തം വെക്കുന്നു. ഉയർന്നു പൊങ്ങുന്ന തിരമാലകളുടെ താളമാണ് നൃത്തരൂപത്തിന്. അനുകൂലമായ കാറ്റ് വീശി ഓടങ്ങൾ വേഗം ദ്വീപിൽ വന്നണയാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അക്കാറ്റും കാറ്റില്ല, ഇക്കാറ്റും കാറ്റില്ല, കീളാ വടക്കേ പോയി വീശി അടി കാറ്റ്, അള്ളാ കൊള്ളൂ കാറ്റ്. മിനിക്കോയ് ദ്വീപിലെ സ്ത്രീകൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു നാടോടി നൃത്തമാണ് ബണ്ടിയ. കുടം എന്നാണ് പദത്തിന്റെ അർത്ഥം. കുടം ഉപയോഗിച്ച് ചമഞ്ഞൊരുങ്ങിയ വേഷത്തിൽ സ്ത്രീകൾ ആടുകയും പാടുകയും ചെയ്യുന്നു. ഇതിപ്പോൾ എല്ലാ ദ്വീപുകളിലും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ കേരളത്തിൽ ഏറെ പ്രചാരം വന്ന ഒപ്പന നൃത്തവും ഇപ്പോൾ ദ്വീപുകളിലെ വേദികളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇനമായി മാറിയിരിക്കുന്നു. സംഗീത ശില്പങ്ങൾ. പുരുഷന്മാർക്കിടയിൽ ഡോലിപ്പാട്ടും സ്ത്രീകൾക്കിടയിൽ കൈകൊട്ടിപ്പാട്ടും ഏറെ പ്രചാരമുള്ളവയാണ്. ഇവയും സംഘം ചേർന്നുള്ള ഗാനാലാപന രീതികളാണ് അനുവർത്തിക്കുന്നത്. മാപ്പിള്ള കലകളുടെയും സാഹിത്യത്തിന്റെയും ഭാഗമായി വരുന്ന കെസ്സുപാട്ടുകളും സഫീന പാട്ടുകളും നേർച്ചപ്പാട്ടുകളും മറ്റും ദ്വീപുകാർക്കിടയിലും പ്രചരിച്ചു വരുന്നുണ്ട്. പാടിപ്പറയൽ എന്ന കഥാപ്രസംഗവും എല്ലായിടത്തും പ്രചാരം നേടിയിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാലയും റിഫായി മാലയും മറ്റും ഭക്ത്യാദരവോടെ എല്ലാ വീടുകളിലും നിത്യേന എന്നോണം പാടി വന്നിട്ടുണ്ട്. അവയെ അനുകരിച്ച് ദ്വീപുകാരായ മഹത്തുക്കളെ പ്രതിപാദ്യമാക്കി രചിക്കപ്പെട്ട നേർച്ചപ്പാട്ടുകളും ദ്വീപുകളിൽ ഉണ്ടായിട്ടുണ്ട്. കാസിം മാലയും ഉബൈദുള്ള മാലയും ഇക്കൂട്ടത്തിൽപ്പെട്ടവയാണ്. നാടൻ പാട്ടുകൾ. മുകളിൽ പറഞ്ഞവ അല്ലാതെ ദ്വീപുകാർക്ക് സ്വന്തമായ ഒരു സാഹിത്യ പാരമ്പര്യം കാണാൻ സാധിക്കുന്നത് അത് അവരുടെ നാടൻ പാട്ടുകളിലാണ്. ദ്വീപിൽ അപ്പോഴുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തികഞ്ഞ നാടൻ ഭാഷയിൽ എഴുതപ്പെടുന്ന നാടൻ പാട്ടുകൾ നിരവധിയുണ്ട്. അവയെ 2 വിഭാഗങ്ങളിൽ പെടുത്താവുന്നതാണ്. ഒന്ന് ലഘു കവിതകളെ അനുസ്മരിപ്പിക്കുന്നവയും മറ്റൊന്ന് പാട്ടുകഥകളെ അനുസ്മരിപ്പിക്കുന്നവയുമാണ്. ഒരു ലഘു കവിത അല്ലെങ്കിൽ ലളിത ഗാനത്തിനു സമാനമായ ഒരു പാട്ട് താഴെ കൊടുക്കുന്നു.
കൊത്തല്ലി കൊത്തല്ലി പുള്ളിപ്പറവേ, കൊത്തിക്കുടിയെന്നെ ഓമൽ പറവേ. ചേക്കുപള്ളിയാറ്റ് മുത്തപ്പ കീഴും അടികാണ ബഹറിലും നൂലിട്ട് നോക്കി, അവിടെയണ്ടും കൊത്താതോൾ പുള്ളിപ്പറവ, കൊത്തിക്കുടി എന്നെ ഓമൽ പറവേ. മേലാബായുള്ള വെളുത്ത മണ്ണിൽ താൻ ശരതം കളിക്കുണ്ടോൾ പുള്ളിപ്പറവ, വലിയ പുരയോള മേലാതിരുവത്ത് ഇട്ടാട്ടം തുള്ളിണ്ടോൾ പുള്ളിപ്പറവ, കൊത്തിക്കുടി എന്നെ ഓമൽ പറവേ. ഇതുപോലെ പ്രസിദ്ധങ്ങളായ അനേകം പാട്ടുകഥകളുണ്ട്. ബല്ലാഡ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു രാജാവ് ദ്വീപിൽ നിന്ന് പെണ്ണ് കെട്ടാനിടയായ സാഹചര്യം വർണ്ണിക്കുന്ന ഓമനപ്പൂവ്. കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തു കൊണ്ടുപോയ സാണം കഥയുടെ കഥന കഥ വർണ്ണിക്കുന്ന സാണം കഥിയ പാട്ട്. ഒരു കാര്യക്കാരന്റെ വിഷയസുഖം വരുത്തിവെച്ച ഒരു കുടുംബ തകർച്ച വർണ്ണിക്കുന്ന മുത്തം തിരാക്ക. ഇവയെല്ലാം പേരുകേട്ട 400-ഉം 500-ഉം വരികളുള്ള അതീവ ഹൃദ്യങ്ങളായ നാടൻ പാട്ടുകളാണ്. സാണം കഥിയ പാട്ടിലുള്ള കുറെ വരികൾ നോക്കുക. കാര കെട്ടോണ്ട കഴുത്ത് ചികപ്പാൻ, കാൽവള വേണ്ട കിലുക്കം വരുവാൻ, ഉദിച്ചു വരുന്ന ഉദയം കതിയ, അസ്തമിപ്പാൻ പോണ്ട തെക്കൽ കതിയ, തട്ടാന്റെ മൂശേള തീ പോൽ കതിയ, തട്ടിപ്പരത്തിയ താലി കതിയ. വിവിധ ഇനം മത്സ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകളും ദ്വീപുകാരുടെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്. ഞോളക്കളത്തിൽ വെളുത്തോനും പാളി വരുന്ന കറുക്കനും, കുറുകുറു കറട്ടിയും വെള്ളപ്പുളുവലും കോലാനും മുരലായി. മലബാർ കളക്ടറായിരുന്ന RS എല്ലിസ് മുതൽ മൂർക്കോത്ത് രാമുണ്ണി വരെയുള്ളവർ നാടൻ പാട്ടുകൾക്ക് വിഷയമായിട്ടുണ്ട്. രാമുണ്ണി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. നാടോടി കഥകളും മറ്റും. ലക്ഷദ്വീപിൽ അസംഖ്യം നാടോടി കഥകളും ഐതിഹ്യങ്ങളും മിത്തുകളും എല്ലാം പ്രചരിക്കുന്നുണ്ട്. നാടോടി കഥകളുടെ 3 സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലെ രാക്കഥകൾ DC ബുക്സ് കോട്ടയം, ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകൾ CISICL തിരുവനന്തപുരം, അള്ളാന്റെ കടം LSKA കവരത്തി. ഇവയിൽ കാണുന്ന കഥകളെ പ്രസിദ്ധരായ ഡോക്ടർ MM ബഷീറും ഡോക്ടർ MN കാരശ്ശേരിയും വിലയിരുത്തിയിട്ടുണ്ട്. കഥകളിൽ പലതും കേരളത്തിൽ പ്രചരിക്കുന്നവയാണ്. അവ ദ്വീപിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾക്ക് വിധേയമായതാണ്. അറബി കഥകളെ അനുസ്മരിപ്പിക്കുന്ന കഥകളും ദ്വീപുകൾക്കിടയിലുണ്ട്. ദ്വീപുകളുടെ അന്തരീക്ഷത്തിൽ പുതുതായി രൂപപ്പെട്ട കഥകളുമുണ്ട്. ദ്വീപുകളുടെ ഉൽപ്പത്തി തൊട്ട് കടലിൽ കാണുന്ന മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഐതിഹ്യങ്ങൾ വരെ ദ്വീപുകളിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരം 50 കഥകൾ ലക്ഷദ്വീപ് ടൈംസ് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വഴിക്കുള്ള അന്വേഷണങ്ങൾ ഇനിയും പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷദ്വീപുകാരായ കവികളും കലാകാരന്മാരും മാപ്പിള കലകൾക്കും സാഹിത്യത്തിനും നൽകിയിട്ടുള്ള സംഭാവനകളും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ആന്ത്രോസ് ദ്വീപുകാരനായ ഐശ്വര മുത്തുകോയ തങ്ങളുടെ യൂസഫ് കിസപ്പാട്ട്, വാജിബാത് മാല, തൗഹീദ് മാല, ബി വഫാത്ത് തുടങ്ങിയവയ്ക്കാണ് ഏറ്റവും അധികം പ്രചാരം ലഭിച്ചിട്ടുള്ളത്. ഈ കൃതികൾ മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട്. ആധുനിക ചിത്രകലാ ചരിത്രത്തിൽ പ്രമുഖമായ ഒരു സ്ഥാനം ലഭിച്ചിട്ടുള്ള ശ്രീ NKP മുത്തുകോയയെ കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ലക്ഷദ്വീപിന്റെ ഭൂപ്രകൃതി അടയാളപ്പെടുത്തിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സെർ റിയലിസ്റ്റ് ചിത്രകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഏറെ പ്രശസ്തനായിരിക്കുന്നത്. ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ദ ലാസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ പീജിയൻ എന്ന ചിത്രം വളരെ പ്രസിദ്ധമാണ്. ചൈനയിൽ അത് 7.5 ലക്ഷം രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ടു. മാപ്പിളപ്പാട്ടുകളുടെ രചയിതാവെന്ന നിലയ്ക്കു ശ്രീ UCK തങ്ങളുടെയും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിനെ പോലെ ചെറുകഥകൾ എഴുതുന്ന അനേകം പേർ ഇന്ന് ദ്വീപുകാർക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. ചുരുക്കത്തിൽ ലക്ഷദ്വീപിൽ പ്രചരിച്ചിരുന്ന എല്ലാ കലാരൂപങ്ങളും സാഹിത്യരൂപങ്ങളും സ്വോദ്ദേശപരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കേവലാഹ്ലാദങ്ങൾക്കു വേണ്ടിയല്ല, മനുഷ്യനെ മാനസികമായി സന്തോഷിപ്പിക്കാനും അതോടൊപ്പം ഉന്നമിപ്പിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമമാണ് അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അത് സമൂഹത്തിനും വ്യക്തികൾക്കും ഒന്നുപോലെ പ്രയോജനപ്പെട്ടു. കുറ്റവാളികളില്ലാത്ത ക്രൈം ഫ്രീ ആയ ഒരു നാടായി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ ദ്വീപുകൾക്ക് സാധിച്ചത് ഈ പ്രത്യേകതകൾ കൂടി ഉള്ളതുകൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ.